ഫിലിം ചേംബറുമായി കൊമ്പുകോർത്ത് ആന്റണി പെരുമ്പാവൂർ. എമ്പുരാനെ കുരുക്കിലാക്കാൻ ഫിലിം ചേംബറും. ലക്ഷ്യം മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും. സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കെതിരെ ആന്റണി പെരുമ്പാവൂർ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ വിവാദത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഫിലിം ചേംബർ നോട്ടീസ് നൽകിയിരുന്നു. ഇതോടെ മലയാള സിനിമാ മേഖലയിൽ പുതിയ പ്രശ്നങ്ങൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ആന്റണി പെരുമ്പാവൂരിനെയും മോഹൻലാലിനെയും ലക്ഷ്യമിട്ട് പുതിയ നീക്കത്തിലൊരുങ്ങിയിരിക്കുകയാണ് ഫിലിം ചേംബർ. മാർച്ച് 25-ന് ശേഷം റിലീസ് ചെയ്യുന്ന സിനിമകൾ ഫിലിം ചേംബറിന്റെ അനുമതി വാങ്ങി കരാർ ഒപ്പിടാനാണ് ഫിലിം ചേംബറിന്റെ പുതിയ നിർദ്ദേശം. ഈ നിർദ്ദേശം ആന്റണി പെരുമ്പാവൂരിനെയും മോഹൻലാലിനെയും പൂട്ടാനാണെന്നാണ് ലഭിക്കുന്ന സൂചന. കാരണം മോഹൻലാലിനെ നായകനാക്കി ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന എമ്പുരാൻ മാർച്ച് 27-നാണ് റിലീസ് ചെയ്യുന്നത്. ഈ നീക്കങ്ങൾക്കെല്ലാം ഫിയോക്കിന്റെ പൂർണ്ണ പിന്തുണയുമുണ്ട്. തങ്ങളുടേത് ന്യായമായ ആവശ്യമാണെന്നും അതുകൊണ്ട് മറ്റു സംഘടനകളുടെ പിന്തുണ തങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്നുമാണ് ഫിലിം ചേംബറിന്റെ അവകാശവാദം. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ആന്റണി പെരുമ്പാവൂർ നിർമ്മാതാവ് ജി സുരേഷ് കുമാറിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചത്. വ്യക്തി എന്ന നിലയ്ക്ക് ജനാധിപത്യ ഇന്ത്യയിൽ സ്വന്തം അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യം ജി സുരേഷ് കുമാറിനുണ്ട്. എന്നാൽ ഒരു സംഘടനയെ പ്രതിനിധീകരിക്കുമ്പോൾ ആ സംഘടനയിലെ ഭൂരിപക്ഷം അംഗീകരിക്കുന്നതും ബോധ്യപ്പെട്ടതുമായ കാര്യങ്ങളാണ് പൊതുവേദിയിൽ അവതരിപ്പിക്കേണ്ടത്. അപ്പോഴേ സംഘടനയിലെ ഭൂരിപക്ഷത്തിന് ആ അഭിപ്രായത്തിനോടൊപ്പം നിൽക്കാനും പിന്തുണയ്ക്കാനും സാധിക്കുമെന്നായിരുന്നു ആന്റണി പെരുമ്പാവൂർ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകാൻ 7 ദിവസത്തെ സമയമാണ് ആന്റണിക്ക് ഫിലിം ചേംബർ നൽകിയത്. ഇമെയിലിലും രജിസ്റ്റേർഡ് തപാലിലുമാണ് വിശദീകരണം തേടിയത്. വിശദീകരണം നൽകിയില്ലെങ്കിൽ തുടർ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ജൂൺ 1 മുതൽ സംഘടനകൾ സിനിമാ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സിനിമാ സംഘടനകളുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനമെടുത്തത്. GST നികുതിക്കൊപ്പമുള്ള വിനോദ നികുതി സർക്കാർ പിൻവലിക്കണം, താരങ്ങൾ വലിയ പ്രതിഫലം കുറയ്ക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. സിനിമാ നിർമ്മാണം വൻ പ്രതിസന്ധി നേരിടുമ്പോഴും താരങ്ങൾ തങ്ങളുടെ പ്രതിഫലം കുറയ്ക്കാൻ തയ്യാറാകുന്നില്ല. വിനോദ നികുതിയുമായി ബന്ധപ്പെട്ട നിരവധി തവണ ചർച്ചകൾ നടത്താൻ ശ്രമിച്ചിട്ടും സർക്കാർ തയ്യാറായില്ല എന്നും നിർമ്മാതാക്കൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ജൂൺ 1 മുതൽ സിനിമകളുടെ ചിത്രീകരണവും പ്രദർശനവും നിർത്തിവെക്കുമെന്ന നിലപാടിലാണ് സംഘടനകൾ. നഷ്ടം കൊണ്ട് നട്ടം തിരിയുന്ന സിനിമാ മേഖലയ്ക്ക് വീണ്ടും ഒരാഘാതമായി ഈ ഏറ്റുമുട്ടൽ മാറുമ്പോൾ അത് താങ്ങാനുള്ള ശേഷി മലയാള സിനിമാ വ്യവസായത്തിനുണ്ടോ എന്ന ചോദ്യമാണ് സാധാരണ സിനിമാ പ്രേക്ഷകർ ഉയർത്തുന്നത്.